ശ്രീമഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി മഹാഗണപതിം മനസാ സ്മരാമി. കരുണാമയീ ജഗദീശ്വരി അടിമലരിണയിൽ അഭയം തരൂ. കരുണാമയീ ജഗദീശ്വരി അടിമലരിണയിൽ. അനാദിയും അനന്തവുമായ കാലത്തിന്റെ അളവുകോലുകൊണ്ട് ഗണനം ചെയ്യാൻ കഴിയാത്തതും ആധുനിക ശാസ്ത്രം പോലും പകച്ചു നോക്കുന്നതുമായ പ്രപഞ്ച ചൈതന്യത്തിങ്കൽ കോടാനുകോടി ഗാലക്സികളിൽ അത്രമേൽ തന്നെയുള്ള സൗരയൂഥങ്ങളിൽ തേജോഗോളങ്ങളിൽ ദൃഷ്ടിഗോചരവുമല്ലാത്തവയുമായ അനേകം കോടികൾ. അവയിൽ ഒരു സൗരയൂഥത്തിലെ നവഗ്രഹങ്ങൾക്കും നാഥനായ വർദ്ധിക്കുന്ന ആദിത്യദേവനെ അനുനിമിഷം പ്രദക്ഷിണം ചെയ്യുന്ന ശബ്ദസാഗരങ്ങളും ശബ്ദഗന്ധങ്ങളും അടങ്ങുന്ന ഭൂമി എന്ന ജീവൽ ഗ്രഹത്തിലെ ഭാരതഗന്ധത്തിലെ കർമ്മക്ഷേത്രം എന്ന ഋഷിപരമ്പര വിശേഷിപ്പിച്ചതായ ദക്ഷിണ ഭാരതത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാട് നേടിയ ഭാർഗവക്ഷേത്രമായ മലയാളക്കരയിലെ ആധ്യാത്മിക തലസ്ഥാന നഗരം എന്ന വിശേഷണാർത്ഥം വിളിക്കപ്പെടുന്ന ക്ഷീരവനം എന്ന പാലക്കാട്ടിലെ തെക്കൻ അതിർത്തി കാക്കുന്ന ആര്യവർദ്ധന ഭാഗമായ തെന്മലയുടെ നിർമ്മലവും നിഷ്കളങ്കവും വശ്യമനോഹരവും പ്രശാന്ത സുന്ദരവുമായ വണ്ടാഴി കിഴക്കേത്തറ എന്ന ഗ്രാമത്തിലെ സർവ്വലോകർക്കും സംരക്ഷികയായി വാണരുളുന്ന ലോകമാതാവായ മഹാമാരിയമ്മയുടെ തൃപ്പാദവന്ദനം ചെയ്യുവാനായി കർമ്മസാക്ഷിയായ സൂര്യൻ ഉഷസ്സിനെ ഉണർത്തി പുനർകാലത്തിന്റെ പുറത്തിരുന്നുകൊണ്ട് അരുണകിരണ ശോഭയോടെ പ്രത്യക്ഷീഭവിച്ചു. അറുന്നൂറ് വർഷങ്ങൾക്കപ്പുറത്തു നിന്നും ആരംഭിക്കും വിധം അത്രമേൽ പ്രാചീനമായ ഒരു ഐതിഹ്യം പെരുമയാൽ പ്രസിദ്ധമായ പുണ്യസങ്കേതമാണ് വണ്ടാഴി കിഴക്കേത്തറ മാരിയമ്മൻ കോവിൽ. തെന്മല താഴ്വര പൂവായ ഇവിടെ തഞ്ചാവൂരിൽ നിന്നും കുടിയേറി പാർത്ത വെള്ളാള സമുദായ മക്കളുടെ രക്ഷകയായി ദേവി അരയിരുന്നതിന് അടിസ്ഥാനപരമായ ഒരു അവിഹിത സംഭവത്തെ ഐതിഹ്യത്തിന്റെ ആദ്യ കണിയായി ചിത്രീകരിക്കുന്നു. അക്കാലത്തെ അതിപ്രധാനമായ വേലാൻ തറവാട്ടിലെ ആറാങ്ങളമാരുടെ അരുമ പെങ്ങൾ പിഴച്ചുപോയി എന്ന് ഉറ്റവരും ഉടയവരും സമുദായ അംഗങ്ങളും പഴിച്ചു. ദുർനിമിത്തങ്ങൾക്ക് ഒരു ഹേതു അസ്വാഭാവികമായ ഉദരവീക്കത്തെ അബദ്ധസഞ്ചാരത്തിന്റെ അടയാളമാക്കി ആ കന്യകയെ കാനനത്തിങ്കൾ കൊണ്ട് ചെന്ന് കരൾ പിളർക്കും വിധം പച്ചവടി കൊണ്ട് തച്ചുകൊന്നു. അന്ത്യനിമിഷത്തിൽ മഹാമായ അമ്മയെ വിളിച്ചു കരഞ്ഞു ആ കന്യക. ആ ശാപം നാടിനെ ഗ്രസിച്ചു. മാറാരോഗങ്ങളും ദുരിതമാരണങ്ങളും അനിഷ്ടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും സന്താനങ്ങളെ കവർന്നെടുത്തു. കന്യകാക്ഷാമം കാട്ടുതീ പോലെ പടർന്നു. പ്രതിവിധിക്കായി സമുദായ മക്കൾ ആലോചന തുടങ്ങി. ഒരു നാൾ നാടുണർന്നത് പട്ടുടുത്ത് പൊട്ടും പൂവും അടയാഭരണങ്ങളും അണിഞ്ഞ ഒരു തമിഴ് സ്ത്രീയെ കണി കണ്ടുകൊണ്ടായിരുന്നു. നാടിന്റെ കഥയറിഞ്ഞ അവർ നാട്ടുമക്കൾക്ക് ഒരു ഉപദേശം നൽകി. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയിൽ കൈവിട്ടു വന്നതും പൂർവികരായി ആരാധിക്കപ്പെട്ട് തലമുറകളായി കാവലായിരുന്ന കൺകണ്ട ദൈവമായ സാക്ഷാൽ മാരിയമ്മ ആ ചൈതന്യത്തെ ആവാഹിച്ച് ഈ ദേശത്തുകൂടി ഇരുത്തി യഥാവിധി ആരാധിക്കുകയാണെങ്കിൽ ശാപമോചനം കിട്ടും എന്നായിരുന്നു ഉപദേശം. വെള്ളാള സമുദായ അംഗങ്ങൾ പൂർവികരുടെ നാട്ടിലേക്ക് ഒരു മടക്കയാത്ര നടത്തി. കൂട്ടായ്മയുടെ പുതിയ പാഠ്യങ്ങൾ തീർത്ത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചു ലക്ഷ്യത്തിലെത്തി. കാവേരി നദീതീരത്തിലെ ഒരു പ്രാചീന കോവിലിൽ നിന്നും തങ്ങളുടെ കുലദൈവമായ മാരിയമ്മയുടെ ശക്തി സ്രോതസ്സിനെ ഒരു തിരുമുഖത്തിലേക്ക് ആവാഹിച്ച് വേലാൻ തറവാട്ടിലെ കാരണവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വേപ്പ് മരച്ചോട്ടിൽ കുടിവെച്ചു. അകം ബ്രഹ്മാസ്മി തത്വമസി എന്ന മഹാവാക്യങ്ങളിലെ ചൈതന്യം ഉൾക്കൊണ്ട് മനുഷ്യരാശിയുടെ നന്മയ്ക്കു വേണ്ടി കൂടി ദേവി ചൈതന്യത്തെ പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമായ ലോകത്തിൽ ആവാഹനം ചെയ്തെടുത്ത് ഇവിടെ കുടിവെച്ച് അതിനു മുന്നിൽ വന്നു പ്രാർത്ഥിക്കുവാൻ മക്കളെ പ്രാപ്തരാക്കിയ വേലാൻ തറവാട്ടിലെ ആ കാരണവരെ ഇവിടെ ഇന്നും മക്കൾ കുടിയിരുത്തി കുമ്പിട്ട് വരുന്നുണ്ട് ഈ ഗുരുസന്നിധിയിൽ.